പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് മുൻ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ CM പങ്കിൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. CM പങ്കിന് WWE ഈ സമ്മറിൽ നടത്താൻ പോകുന്ന UK ടൂർ, യൂറോപ്പ് ടൂറിൽ നിന്നൊക്കെ ഒഴിവാക്കി എന്നുള്ള ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാരണമായിട്ട് നിലവിൽ ഫൈറ്റ്ഫുൾ സെലക്ട് എന്ന് പറയുന്ന വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് CM പങ്കിൻ്റെ ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രശ്നങ്ങൾ മൂലമാണ് WWE പ്രോഗ്രാമുകളിൽ നിന്ന്, അതായത് വീക്ക്ലി എപ്പിസോഡ്സിൽ നിന്നും പിന്നെ യൂറോപ്പ് ടൂറിൻ്റെ ഭാഗമായി നടത്തുന്ന ചില ഹൗസ് ഷോസിൽ നിന്നും CM പങ്കിനെ ഒഴിവാക്കിയിട്ടുള്ളത് എന്നാണ് അവർ റിപ്പോർട്ടിൽ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഇതേ സമയത്ത് തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന രാജ്യത്ത് വെച്ച് നടക്കുന്ന നോർമൽ വീക്ക്ലി എപ്പിസോഡിൽ, റോ എപ്പിസോഡിലൊക്കെ CM പങ്കിനെ അഡ്വർടൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ CM പങ്കിനെ സംബന്ധിച്ച് ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു ഡിസ്കഷനും സംശയവും നിലനിൽക്കുന്നത് റസൽമീനിയ 42 കഴിഞ്ഞതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ നിന്നൊരു വീഡിയോ പുറത്തേക്ക് വരികയുണ്ടായി. ഒരു ആരാധകനോട് CM പങ്ക് തട്ടിക്കയറുന്ന ഒരു വീഡിയോ ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതായത് AJ ലീ, ബെയ്ലി തുടങ്ങിയവരുടെ അടുത്തേക്ക് അനുമതിയില്ലാതെ ഒരു ആരാധകൻ കടന്നു ചെല്ലുകയും അവരോട് മോശമായി പെരുമാറുന്ന രീതിയിൽ അവരുടെ ഒരു ഫോട്ടോയും വീഡിയോയും ഒക്കെ ചിത്രീകരിക്കാൻ ശ്രമിച്ചപ്പോൾ ആദ്യം അത് അവർ വിസമ്മതിച്ചു. പക്ഷേ പിന്നെയും അത് തുടർന്നപ്പോൾ CM പങ്ക് അതിലേക്ക് ഇടപെടുകയും CM പങ്ക് ആ ഒരു ഫോണ് തട്ടി തെറിപ്പിക്കുന്നതുമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. ഇതിനെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. CM പങ്കിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും CM പങ്കിനെ പ്രതികൂലമായിട്ടുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. WWEയും ഈ ഒരു വീഡിയോ വലിയ രീതിയിൽ വൈറലായപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള ഡിസ്കഷൻസും ബാക്ക് സ്റ്റേജിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ CM പങ്കിന് എതിരെ ഒരു ഡിസിപ്ലിനറി ആക്ഷനൊന്നും കമ്പനി എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ റസൽമീനിയ 42 കഴിഞ്ഞതിന് ശേഷം നടന്ന റോ എപ്പിസോഡിൽ മാത്രമേ CM പങ്കിനെ നമുക്കതിന് ശേഷം കാണാൻ സാധിച്ചുള്ളൂ. അപ്പോൾ CM പങ്കിനെതിരെ എന്തെങ്കിലുമൊക്കെ അച്ചടക്ക നടപടി കമ്പനി എടുത്തിട്ടുണ്ടോ? CM പങ്ക് ആണെങ്കിൽ അത്തരത്തിലുള്ള നടപടികളൊന്നും ഇതുവരെ ഏൽക്കാത്ത ഒരാൾ കൂടിയല്ല എന്നുള്ളത് നമുക്ക് അറിയാം. അതിന് പേര് കേട്ട ഒരു റെസ്ലർ കൂടിയാണ്. അപ്പോൾ CM പങ്കിനെതിരെ കമ്പനി അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ? അതുമൂലമാണോ CM പങ്കിനെ മാറ്റി നിർത്തുന്നത് എന്നൊക്കെ പലരും ചിന്തിക്കുന്നുണ്ട്. പക്ഷേ റസൽമീനിയ 42 വരെ ആക്റ്റീവായിട്ട് നിന്ന CM പങ്കിനെ പിന്നീട് കുറച്ച് ടൈം ഓഫ് കൊടുക്കുക എന്നുള്ളത് കൊണ്ടാണ് CM പങ്കിനെ മാറ്റി നിർത്തിയിട്ടുള്ളത്. എന്തായാലും യൂറോപ്പ് ടൂറിൻ്റെ ഭാഗമായിട്ടുള്ള കുറേയധികം റോ എപ്പിസോഡുകളിൽ ആദ്യം CM പങ്കിനെ അഡ്വർടൈസ് ചെയ്തിട്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂൾ പ്രോബ്ലംസ് കാരണം അദ്ദേഹത്തെ ഒഴിവാക്കുന്ന ഒരു ഡീറ്റെയിൽ ആണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് വുമൻസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ടിഫനി സ്ട്രാറ്റൻ ഇന്നലെ ആ താരം നടത്തിയ ഒരു സ്ട്രീമിങ്ങിൽ ഒരു അഭിപ്രായം പങ്കുവെക്കുകയുണ്ടായി. കുറച്ചധികം നാളുകളായിട്ട് ടിഫനി സ്ട്രാറ്റനെ സംബന്ധിച്ച് പല ആരാധകർക്കും ഒരു സംശയമുണ്ടായിരുന്നത് ഇംപീരിയം എന്ന് പറയുന്ന ടീമിലെ ജിയോവാനി വിൻചി അഥവാ ഫേബിയൻ എയ്ക്നർ എന്ന് പറയുന്ന റെസ്ലറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. ഫേബിയൻ എയ്ക്നറിനെ കമ്പനി പുറത്താക്കിയത് ആരാധകരെ സംബന്ധിച്ച് അതൊരു ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയായിരുന്നു. കാരണം ഇംപീരിയം ടീമിലെ ഗന്ധറും ലുഡ്വിഗ് കൈസറും മെയിൻ റോസ്റ്ററിൽ തിളങ്ങി നിൽക്കുന്ന ഒരു സമയത്താണ് ജിയോവാനി വിൻചി താരത്തിൻ്റെ ക്യാരക്ടറിൽ ചെറിയ മാറ്റമൊക്കെ വരുത്തിയിട്ട് സ്മാക്ഡൗണിലേക്ക് വന്നത്. പക്ഷേ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ ആ ഒരു ക്യാരക്ടർ ചേഞ്ചൊക്കെ കൊണ്ടുവന്നിട്ടും കമ്പനി പുറത്താക്കാനുള്ള ഒരു തീരുമാനമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഫേബിയൻ എയ്ക്നറിനെ ജിയോവാനി വിൻചിയെ അന്ന് പുറത്താക്കി എന്നുള്ളത് പലർക്കും സംശയമുണ്ടായിരുന്നു. ചില ആൾക്കാർ പറഞ്ഞത് ലുഡ്വിഗ് കൈസറിൻ്റെ അന്നത്തെ ഗേൾ ഫ്രണ്ടായ ടിഫനി സ്ട്രാറ്റനുമായിട്ട് ഫ്ലേട്ടിംഗ് നടത്താൻ വേണ്ടി ജിയോവാനി വിൻചി ചില ശ്രമങ്ങൾ നടത്തി. അതിനെ തുടർന്നാണ് കമ്പനി അച്ചടക്ക നടപടി എന്നോണം ജിയോവാനി വിൻചിയെ പുറത്താക്കിയത് എന്നാണ്. എന്നാൽ ആ ഒരു വാർത്തയിൽ യാതൊരുവിധ സത്യാവസ്ഥയും ഇല്ല എന്നാണ് ടിഫനി സ്ട്രാറ്റൻ ഇന്നലെ വെളിപ്പെടുത്തിയത്. ജിയോവാനി വിൻചിയെ മറ്റ് കാരണങ്ങൾ കൊണ്ടാണ് കമ്പനി റിലീസ് ചെയ്തത് എന്നും നിലവിൽ ജിയോവാനി വിൻചി അഥവാ ഫേബിയൻ എയ്ക്നർ എന്ന് പറയുന്ന റെസ്ലർ TNA റെസ്ലിംഗിൻ്റെ ഭാഗമാണെന്നും അവിടെ നല്ലതുപോലെ ശോഭിക്കാൻ താരത്തിന് സാധിക്കുമെന്നും ടിഫനി സ്ട്രാറ്റൻ വെളിപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ ടിഫനി സ്ട്രാറ്റൻ, ജിയോവാനി വിൻചി തുടങ്ങിയവർക്കിടയിൽ യാതൊരുവിധ പ്രശ്നവും ഇല്ല എന്നുള്ളത് ടിഫനി സ്ട്രാറ്റൻ തന്നെ ഇന്നലെ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. കുറച്ച് ആരാധകർക്കെങ്കിലും ഒരു സംശയമായിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. അതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ഇന്നലത്തെ സ്ട്രീമിങ്ങിലൂടെ ടിഫനി സ്ട്രാറ്റൻ പങ്കുവച്ചിട്ടുണ്ട്. മൂന്നാമത്തെ അപ്ഡേറ്റ് ബരോൺ കോർബിൻ എന്ന് പറയുന്ന റെസ്ലർ WWEയിലേക്ക് തിരികെ വരാൻ പോകുന്നു എന്നുള്ള വാർത്തയെ സംബന്ധിച്ചാണ്. ഇന്നലെ രാത്രിയോട് കൂടി റെസ്ലിംഗ് ഒബ്സർവറായ ഡേവ് മെൽസർ ആണ് ഈ ഒരു റിപ്പോർട്ട് ആദ്യം ബ്രേക്ക് ചെയ്യുന്നത്. പിന്നീട് ഫൈറ്റ്ഫുൾ സെലക്റ്റും ഈ ഒരു റിപ്പോർട്ടിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മറ്റ് റിപ്പോർട്ടുകളും പുറത്തേക്ക് വിടുകയുണ്ടായി. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ബരോൺ കോർബിനെ കമ്പനിയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ചുള്ള ഡിസ്കഷൻസ് നടക്കുന്നുണ്ട് എന്നാണ് റെസ്ലിംഗ് ഒബ്സർവറും ഫൈറ്റ്ഫുൾ സെലക്റ്റും ഒരുപോലെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റിട്ടേൺ എന്ന് നടക്കുമെന്നുള്ള എന്നുള്ളതിനെ സംബന്ധിച്ചോ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചോ ഒരു ക്ലാരിഫിക്കേഷൻ ഇവർ നൽകുന്നില്ല എന്നുണ്ടെങ്കിലും
ബരോൺ കോർബിനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഇപ്പോൾ കമ്പനിയുടെ ബാക്ക് സ്റ്റേജിൽ അണിയറയിൽ നടക്കുന്നുണ്ടെന്ന് ഇരുവരും റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. കൂടാതെ ഡേവ് മെൽസർ ഒരു പടിയും കൂടി കടന്നുകൊണ്ട് ഈ ഒരു റിപ്പോർട്ടിൽ ഒരു സ്റ്റോറിയിലെ ഒരു സാധ്യത കൂടി അദ്ദേഹം തുറന്നിടുന്നുണ്ട്. ഇക്കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ഡൊൻ ഹാൻസൻ്റെ ഒരു സെഗ്മെൻറ്റ് നിങ്ങളിൽ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് അറിയില്ല. മിനി ഹാൻസനെ കൊണ്ടുവന്നതിനേക്കാൾ കുറച്ചും കൂടി ബിഗർ ആയിട്ടുള്ള ഒരു പാർട്ട്ണർ തനിക്ക് ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയ ഡൊൻ ഹാൻസന് കുറച്ചും കൂടി ഒരു നല്ല വലിപ്പമുള്ള നല്ല ഭാരമുള്ള ഒരു റെസ്ലർ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പുതിയൊരു ആളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആ ഒരു ലെവലിൽ നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. ഇത് ബരോൺ കോർബിൻ്റെ തിരിച്ചുവരവിനേക്കുള്ള ഒരു പോക്കായിരിക്കാമെന്നും ഡേവ് മെൽസർ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഇത് ബരോൺ കോർബിനിലേക്കാണ് പോകുന്നത് എന്നുള്ളത് 100% അദ്ദേഹം ഉറപ്പ് പറയുന്നില്ല. പക്ഷേ ഒരു സാധ്യത ഇവിടെ തുറന്നു വന്നിട്ടുണ്ട്. ബരോൺ കോർബിൻ്റെ റിട്ടേൺ ഇതിലൂടെ കമ്പനി നടത്തിയേക്കാൻ സാധ്യത ഉണ്ടെന്നാണ് ഡേവ് മെൽസർ റിപ്പോർട്ട് ചെയ്തത്. ഫൈറ്റ്ഫുൾ സെലക്റ്റും റിപ്പോർട്ട് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ക്രിയേറ്റീവ് ടീമിൻ്റെ ഇടയിൽ ബരോൺ കോർബിനെ സംബന്ധിച്ചുള്ള ഒരു ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. എന്നാൽ കോൺട്രാക്റ്റിലേക്കോ അല്ലെങ്കിൽ കോൺട്രാക്റ്റ് എത്തരത്തിൽ ആയിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചോ യാതൊരുവിധ ഡീലിലേക്ക് നിലവിൽ എത്തിയിട്ടില്ല. ബരോൺ കോർബിൻ ആണെങ്കിൽ നിലവിൽ MLW എന്ന് പറയുന്ന കമ്പനിയിലായിരുന്നു ആക്റ്റീവായിട്ട് റെസ്ലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ആ ഒരു കമ്പനിയുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് പുതുക്കുന്നതിനെ സംബന്ധിച്ചും പോസിറ്റീവായിട്ട് ആ ഒരു കമ്പനിയെ യാതൊരുവിധ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടില്ല എന്നുള്ളതും ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം കേന്ദ്രീകരിച്ചു വരുന്നത് ബരോൺ കോർബിൻ്റെ WWE തിരിച്ചുവരവിലേക്ക് തന്നെയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഇനി വരുന്ന ദിവസങ്ങളിൽ കിട്ടുമ്പോൾ ഞാൻ പങ്കുവെക്കാം. നാലാമത്തെ അപ്ഡേറ്റ് WWE വുമൻസ് ഡിവിഷനിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായ ഇയോ സ്കൈയും NXT ബ്രാൻഡിലേക്ക് ഇപ്പോൾ പുതുതായി വന്നിട്ടുള്ള നറാക്കു എന്ന റിംഗ് നെയിമിൽ അറിയപ്പെടുന്ന ഈവിൾ എന്ന റിംഗ് നെയിമിൽ അറിയപ്പെട്ടിരുന്ന മുൻ IWGP വേൾഡ് ചാമ്പ്യനും തമ്മിലുള്ള ഒരു വിവാഹം കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇരുവരും റിലേഷൻഷിപ്പിലായിരുന്നു. ജാപ്പനീസ് റെസ്ലിംഗ് പാരമ്പര്യമുള്ളവരാണ് രണ്ടുപേരും. അവിടെ നിന്നാണ് പരിചയപ്പെടുന്നത്. പക്ഷേ WWE വന്നതിന് ശേഷമാണ് ഇരുവരുടെയും ഒരു വിവാഹം നടക്കുന്നത്. ഇയോ സ്കൈ കമ്പനിയിൽ ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം ഈവിൾ WWE കൂടുമാറ്റത്തിന് തയ്യാറായത്. ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിലെ തന്നെ ഏറ്റവും വലിയ ചാമ്പ്യൻഷിപ്പായ IWGP വേൾഡ് ചാമ്പ്യൻഷിപ്പും അതിന് താഴെയുള്ള എല്ലാ ചാമ്പ്യൻഷിപ്പുകളും ഈവിളിന് അവിടെ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു കൂടുമാറ്റത്തിന് പിറകിലുള്ള കാരണം ഇയോ സ്കൈ വർക്ക് ചെയ്യുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഭാഗമായിട്ടുള്ള WWE ഒരു കൂടുമാറ്റം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈവിൾ ഇപ്പോൾ നറാക്കു എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് NXT വന്നിട്ട് കുറച്ച് ആഴ്ചകളെ ആകുന്നുള്ളൂ. NXT എത്രത്തോളം താരത്തിന് ശോഭിക്കാൻ സാധിക്കുമെന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. പക്ഷേ ഇയോ സ്കൈ മെയിൻ റോസ്റ്ററിലെ ഏറ്റവും കിടിലൻ റെസ്ലറാണ്. നമുക്ക് ഒട്ടും ബോറടിക്കാത്ത രീതിയിലുള്ള മത്സരങ്ങൾ എപ്പോഴും കാണാൻ സാധിക്കാറുള്ളത് ഇയോ സ്കൈയുടെ മത്സരങ്ങളാണ്. അപ്പോൾ ഈ രണ്ട് പേരുടെയും ഒരു വിവാഹം കഴിഞ്ഞു എന്നുള്ളതാണ് WWE തന്നെ ഒഫീഷ്യലായി കൺഫേം ചെയ്തുകൊണ്ട് ഇന്നലെ ഒരു ആർട്ടിക്കിൾ പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് പങ്കുവെക്കുന്നത്. ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്നത് ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് ആരാധകരെ ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് റാൻഡി ഓർട്ടൺ സോഷ്യൽ മീഡിയയിൽ വലിയൊരു മറുപടി കൊടുക്കുന്നതായി നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചു. റാൻഡി ഓർട്ടനെ സംബന്ധിച്ചുള്ള ഒരു ബിഗ് ന്യൂസ് റെസ്ലിംഗ് ഒബ്സർവർ ബ്രേക്ക് ചെയ്യുകയുണ്ടായി. റാൻഡി ഓർട്ടൺ നിലവിൽ സ്മാക്ഡൗൺ എപ്പിസോഡിലോ അല്ലെങ്കിൽ വീക്ക്ലി എപ്പിസോഡ്സിലോ വരാതെ മാറി നിൽക്കുന്നതിൻ്റെ കാരണം റെസ്ൽമേനിയ 42 റാൻഡി ഓർട്ടൻ്റെ ബാക്കിന് ഒരു ഇഞ്ചുറി പറ്റുകയുണ്ടായി. തുടർന്ന് വന്ന ചില പ്രശ്നങ്ങൾ മൂലം റാൻഡി ഓർട്ടൺ മാറി നിൽക്കുന്നു എന്നാണ് റെസ്ലിംഗ് ഒബ്സർവർ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പങ്കുവെക്കുന്ന മറ്റ് ഒരു ട്വിറ്റർ ഹാൻഡിലുകളെ മെൻഷൻ ചെയ്തുകൊണ്ട് റാൻഡി ഓർട്ടൺ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത് ഇതെല്ലാം ഫേക്കാണ്. താനിപ്പോൾ സമ്മർ വെക്കേഷൻ്റെ ഭാഗമായിട്ട് മാറി നിൽക്കുകയാണ്. തനിക്ക് യാതൊരുവിധ പരിക്കും ഇല്ല എന്നുള്ളതും റാൻഡി ഓർട്ടൺ സ്ഥിരീകരിക്കുകയുണ്ടായി. താൻ എന്തായാലും സമ്മർ സ്ലാമിന് മുൻപ് തിരികെ വരും. തൻ്റെ 15ാമത്തെ തവണ വേൾഡ് ചാമ്പ്യൻ ആകുക എന്നുള്ള ഒരു ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടി താൻ ഉടനെ തന്നെ തിരിച്ചു വരുമെന്നുള്ളതും റാൻഡി ഓർട്ടൺ പങ്കുവെക്കുകയുണ്ടായി. അപ്പോൾ സമ്മർ സ്ലാമിൽ റാൻഡി ഓർട്ടന് മത്സരം ഉണ്ടായിരിക്കും എന്നുള്ളത് സമ്മർ സ്ലാമിലെ സംബന്ധിച്ച് റാൻഡി ഓർട്ടൺ തന്നെ ഇൻഡയറക്റ്റായി സമ്മതിച്ചിട്ടുണ്ട്. എന്തായാലും റാൻഡി ഓർട്ടനെ പോലെയുള്ള ഒരു താരം ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന റൂമേഴ്സിനോട് പ്രതികരിക്കുന്നത് കാണുമ്പോൾ ആരാധകർ വലിയ ആവേശത്തിലാണ് അത് നോക്കിക്കാണുന്നത്. കാരണം ഓരോ ആളുകളുടെയും വാക്കുകളും ഓരോ ആളുകളുടെയും ഒരു അഭിപ്രായങ്ങളും റാൻഡി ഓർട്ടൺ കാതുകൊടുക്കുന്നുണ്ട്. അദ്ദേഹം അത് എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ഒരു അർത്ഥം കൂടി ഇതിന് പിറകിലുണ്ട്. എന്തായാലും ഈ റാൻഡി ഓർട്ടൻ്റെ പ്രതികരണം റെസ്ലിംഗ് ലോകത്ത് മറ്റൊരു രീതിയിലുള്ള ഒരു വാർത്തകളിലേക്കും കൊണ്ടുപോകുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ഫേക്ക് ന്യൂസുകൾ അല്ലെങ്കിൽ ഫേക്ക് റൂമേഴ്സ് പുറത്തേക്ക് വന്നാൽ റെസ്ലേഴ്സിന് അതിന് പ്രതികരിക്കാൻ സാധിക്കും എന്നുള്ളതും റാൻഡി ഓർട്ടൻ്റെ ഈ ഒരു പ്രതികരണത്തിലൂടെ ആരാധകർക്ക് മനസ്സിലാക്കാൻ സാധിച്ചതാണ്. എന്തായാലും റാൻഡി ഓർട്ടൻ്റെ ഈ ഒരു പ്രതികരണം ആരാധകർ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. റാൻഡി ഓർട്ടൻ്റെ മാറി നിൽക്കുന്നതിലെ കാരണം എപ്പോഴും ഒരു ചർച്ചാ വിഷയമായി വരാറുണ്ടായിരുന്നു. അതിന് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷനാണ്
നമുക്ക് ലഭിച്ചിരിക്കുന്നത്. മെയ് മാസത്തിൻ്റെ അവസാനം ബാർസലോണ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് യൂറോപ്പ് ടൂറിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ റാൻഡി ഓർട്ടൻ്റെ ഒരു തിരിച്ചറിവ് നടക്കുമെന്നുള്ള ഒരു റൂമർ നിലവിൽ നിലനിൽക്കുന്നുണ്ട്. റാൻഡി ഓർട്ടനെ അഡ്വർടൈസ് ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ റാൻഡി ഓർട്ടൻ തന്നെ റിട്ടേണിൻ്റെ ഒരു സൂചന നൽകുന്നുണ്ടെങ്കിൽ നമുക്കൊരു റിട്ടേൺ ഉടനെ പ്രതീക്ഷിക്കാം എന്നുള്ളൊരു പ്രതീതിയും സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.